ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത് മൈദ തീരെ യൂസ് ചെയ്യാണ്ടാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. റവ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഓവണോ ബീറ്ററോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ പറയാറുണ്ട് ഈ കേക്ക്സൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പാത്രം കഴുകാനും പിടിക്കാനൊക്കെ ഭയങ്കര മടിയാണ്, അതുകൊണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ നല്ലതെന്ന്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഞാൻ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ്. ജസ്റ്റ് ഒരു മിക്സിൻ്റെ ജാറും നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബേക്കിംഗ് ടിന്നും അത് മാത്രമേ നമുക്കിതിൽ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് മിക്സിയുടെ ജാർ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം, വെള്ളമൊന്നും ഇല്ലാത്ത ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ കോഴിമുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ റൂം ടെമ്പറേച്ചറിലായിരിക്കും, അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ നിങ്ങൾ യൂസ് ചെയ്യരുത്. പിന്നെ ഞാനിത് 3 എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല വലിയ സൈസാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്ന കോഴിമുട്ട ചെറുതാണെങ്കിൽ ഒരു 4 എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു കോഴിമുട്ടയിലേക്ക് ഇതിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറാനായിട്ട് ഞാൻ കുറച്ച് വാനില എസൻസ് കൂടി ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസും താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം ഫസ്റ്റിൽ തന്നെ. ഇനി ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഇല്ലെങ്കിൽ ഫസ്റ്റിൽ മിക്സിയുടെ ജാറിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിന് ശേഷം നിങ്ങൾ അത് മാറ്റി വെച്ചിട്ട് അതിൽ മുട്ട പതപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ നമുക്ക് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ബട്ടർ താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്യാനേ പാടുള്ളൂ. നമ്മൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം ഇട്ടിട്ട് മിക്സി കറക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ റവ എടുക്കുമ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ തരിയുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന റവ വലിയ തരിയുള്ളതാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇടുക. ഈ ഒരു ചെറിയ റവയും വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ചെറിയ ജാറുണ്ടല്ലോ അതിൽ നന്നായിട്ട് പൗഡർ പോലെ പൊടിച്ചെടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ പൊടിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൈദ വെച്ച് ചെയ്യുന്നതൊക്കെ പോലെ തന്നെ ഉണ്ടാവും കേക്ക് കഴിക്കുന്ന ടൈമിൽ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു ക്രിസ്പി ആയിട്ട് തോന്നും, ഉള്ളിൽ നമുക്കൊരു കടിക്കുന്ന ഒരു ഫീലിങ്. ഇതിൻ്റെ റവയുടെ തരികളുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതുപോലെ ചെയ്യുക. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെയാണ് മുന്നിലത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ മുന്നേ ഒരു എഗ്ഗ്ലെസ് റവ കേക്ക് കാണിച്ചിരുന്നു, അപ്പോൾ അങ്ങനെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കാമെന്ന് കരുതി. ഇനി അടുത്തതായിട്ട് നമ്മുടെ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൊക്കോ പൗഡറിൻ്റെ കൂടെ ഞാനൊരു അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്, നമ്മുടെ കേക്കിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് മിക്സായി വരും കൊക്കോ പൗഡറൊക്കെ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ റവയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരട്ടെ. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചാലും മതി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. കുക്കറിൻ്റെ അടിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കാം. ഉപ്പിൻ്റെ കളർ 2 ആയിട്ട് തോന്നുന്നത് ഞാൻ മുന്നേ ബേക്ക് ചെയ്ത ഉപ്പിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുക്കറിൻ്റെ വാഷറും മാറ്റിയിട്ടുണ്ട്, വിസിലും മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം പാലെടുത്തിട്ടുണ്ട്. തണുത്ത പാലൊന്നും എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ആ പതയോടുകൂടി തന്നെ നമുക്കിത് ബാറ്ററിലേക്ക് ചേർത്തിട്ട് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. എല്ലായിടത്തും ഒരുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക, കട്ട കെട്ടാതെ. അപ്പോൾ നമ്മുടെ മിക്സിക്കകത്തുള്ള ബാറ്ററി ഇപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാകും. ഒരു 1/2 മണിക്കൂറൊക്കെ റെസ്റ്റ് കണ്ടില്ലേ, ഇതുപോലെ തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആകുന്നത് വരെ
അല്ലെങ്കിൽ നമ്മൾ പൾസ് ബട്ടൺ ഒരു 2-3 പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരും. അപ്പോൾ നമ്മുടെ ബാറ്റർ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ബാറ്റർ ഇവിടെ റെഡിയായി. പിന്നെ ഞാൻ ബേക്കിംഗ് ടിന്ന് ഈ ഒരു പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ സൈഡിലും താഴത്തും ആക്കിയിട്ട് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഡയറക്റ്റ് സോസ് പാനിൽ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഓവണിൽ പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ബേക്കായി വരും. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇതിൻ്റെ മുകളിൽ ചോക്കോ ചിപ്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്കിത് പ്രീഹീറ്റായി വന്നിരിക്കുന്ന കുക്കറിലേക്ക് വെക്കാം. ഇത് കുക്കറിന് പകരം നല്ല അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓവണിൽ വെച്ചിട്ട് ഓവണുള്ളവർ ഓവണിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഓവണില്ലാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി കിടക്കുന്ന കുക്കറായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിതിൽ ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ടിത് അടച്ചു വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് എടുത്തു ഈ ഒരു കേക്ക് കുക്കായിട്ട് വരാൻ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ആദ്യം ഒന്ന് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ വാഷറൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്, അതുപോലെ വിസിലും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം അനുസരിച്ചിരിക്കും നിങ്ങൾ ടൈമിംഗ് ഒക്കെ. അപ്പോൾ ഒരു 40 മിനിറ്റ് ഒക്കെ ആയാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. ഇതിപ്പോൾ 45 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കത്തിയോ അല്ലെങ്കിൽ നിങ്ങൾ സ്ക്വയറോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കടത്തിയതിന് ശേഷം ഒന്ന് മുകളിലോട്ട് വലിച്ചു നോക്കിയാൽ ഈ കത്തി ക്ലീൻ ആണല്ലോ, അപ്പോൾ ഇത് കുക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് റവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ കുട്ടികൾക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും, അതിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പം ഞാൻ ഇതിൻ്റെ മുമ്പും കുറച്ച് ഹെൽത്തി കേക്ക്സിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അമൃതം പൊടി വെച്ചിട്ടുള്ള കേക്കും, അതുപോലെ ബനാന കേക്ക്, എഗ്ഗ്ലെസ് റവ കേക്ക്, പിന്നെ നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള കേക്കൊക്കെ, അതിനൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.